കാലവർഷം കേരളത്തിലെത്താൻ ഇനിയും 4 ദിവസമുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഇന്ന് പെയ്ത മഴയിൽ സംസ്ഥാനം വിറച്ചുപോയി. ഒറ്റ പെയ്ത്തിൽ കൊച്ചി വെള്ളത്തിൽ മുങ്ങി. പലയിടത്തും റോഡ് ഏത് തോടേത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി. യഥാർത്ഥ നമ്മുടെ പ്രസ്റ്റീജ് സ്ഥാപനമായ ഇൻഫോ പാർക്കിൽ കൊച്ചിയിൽ വെള്ളം കയറില്ല എന്ന് അധികൃതരുടെ ഒരു വാക്കുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അത് ഇന്ന് പാഴ്വാക്കായി, അത് അട്ടിമറിക്കപ്പെട്ടു. കോട്ടയത്തിൻ്റെ മലയോരത്ത് ഇന്ന് ഉരുൾപൊട്ടി. ആലപ്പുഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ വീണ്ടും ദുരിതത്തിലായി എന്ന വാർത്തയും വന്നു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഴ വൻ നാശം വിതച്ചു. മഴക്കെടുതിയിൽ 3 പേർക്ക് ഇന്ന് ജീവൻ നഷ്ടമായി എന്നുള്ളതും ഈ വാർത്താപ്പകൽ ഉണ്ടാക്കി. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്താപ്പകൽ സംഭവിച്ച കാര്യങ്ങൾ പെട്ടെന്ന് പരിശോധിക്കാൻ നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് എബിൻ ജോസും തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറും ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാലും തത്സമയം ചേരുകയാണ്. ആദ്യം നമുക്ക് കൊച്ചിയിലേക്ക്. കൊച്ചിയാണെന്ന് അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുങ്ങിയത്. ഓർക്കാപ്പുറത്ത് പല സ്ഥലങ്ങളിലേക്കും വെള്ളം കയറി. ലീലാവതി ടീച്ചറിൻ്റെ വീട്ടിലുമൊക്കെ ഇന്ന് വെള്ളം കയറുന്ന ദിവസമാണ്. ഒരുപാട് പുസ്തകങ്ങൾ ടീച്ചർക്ക് നഷ്ടപ്പെട്ടു. ഈ വാർദ്ധക്യകാലത്ത് പുസ്തകത്തെയാണ് ടീച്ചർ ഏറ്റവും സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇന്ന് കൊച്ചിയിൽ അരങ്ങേറി. എബിൻ ജോസ് ചേരുകയാണ്. എബിൻ ജോസ്, യഥാർത്ഥത്തിൽ ഒരുവിധം വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി എന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ്സ് എന്താണ്? ഉച്ചയ്ക്ക് ശേഷം മഴ കുറഞ്ഞതാണ് ഇപ്പോൾ ഏറെ ആശ്വാസമായത്. കാരണം രാവിലെ ഒക്കെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം അതിശക്തമായി തന്നെ പുറത്തേക്ക് ഒഴുകിപ്പോകുന്ന സാഹചര്യമുണ്ട്. ഉച്ചയ്ക്കെല്ലാം നമ്മളിപ്പോൾ നിൽക്കുന്ന തൃക്കാക്കര ഭാഗത്തൊക്കെ ഏകദേശം മുട്ടിന് മുകളിലായിരുന്നു ഈ ലൈനിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ വെള്ളം ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇത് തന്നെയാണ് ഏറെ ആശ്വാസം. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തില്ല എന്നുള്ളതും വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. രാവിലെ നമ്മൾ കണ്ടതാണ്, വളരെ ഭീകരമായ അന്തരീക്ഷമായിരുന്നു ഈ പ്രദേശത്തെല്ലാം തന്നെ. തൃക്കാക്കര, കളമശ്ശേരി, അതുപോലെ തന്നെ ഇൻഫോ പാർക്കിൻ്റെ മേഖലയിലൊക്കെ തന്നെ കൊച്ചിയിലെ എല്ലായിടത്തും ഒരുപോലെ തന്നെ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ തോതിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നു. ഈ തോടുകൾ നിറഞ്ഞ്, ഓടകൾ നിറഞ്ഞ് വീടുകളിലേക്കും കടകളിലേക്കും എല്ലാം വെള്ളം കയറുന്ന സാഹചര്യം. ആ സാഹചര്യത്തിന് ഇപ്പോൾ നിലവിൽ അയവ് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടായില്ല. മഴ മാറി നിന്നതാണ് ഏറെ ആശ്വാസം. വെള്ളക്കെട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും മഴ ഇനിയും പെയ്താൽ വീണ്ടും ഇത്തരത്തിൽ വെള്ളക്കെട്ട് ആവർത്തിക്കുന്ന, അല്ലെങ്കിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും. മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടന്നില്ല എന്നുള്ള ആരോപണങ്ങൾ പല ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ഇലക്ഷൻ കാരണം ഇത്തരത്തിൽ യോഗങ്ങൾ ചേരാൻ സാധിച്ചില്ല എന്നുള്ള വിശദീകരണമാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എങ്കിൽ പോലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടായത് വലിയ ദുരിതം തന്നെയാണ്. സത്യമുണ്ട് ബിൻ. കാരണം ഈ ഇലക്ഷൻ കമ്മീഷനോട് ഇങ്ങനെയുള്ള അടിയന്തരമായ കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് അനുവാദം കിട്ടുന്നത് സാധാരണ നടപടിയാണ്. കോൺട്രാക്ട് റൂള് നിലനിൽക്കുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കുക അതൊക്കെ അത്ര എളുപ്പമല്ല. എന്നാൽ പോലും ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേക അനുമതിയോടെ ഇതൊക്കെ ചെയ്യാമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും മന്ത്രി പി രാജീവ് പറയുകയുണ്ടായോ? മന്ത്രി പറഞ്ഞത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെയുള്ള യോഗങ്ങൾ, പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ സാധിച്ചില്ല എന്നാണ് ഇന്ന് 24നോട് പറഞ്ഞത്. അത്തരത്തിൽ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനോട് ഒരു അനുമതി ചോദിച്ച് യോഗങ്ങൾ സംഘടിപ്പിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ നടത്തണമായിരുന്നു. പ്രത്യേകിച്ച് കൊച്ചിയിലെ നമുക്കറിയാം, എല്ലാ വർഷവും ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാവുന്നതാണ്. ഹൈക്കോടതി ഈ കാര്യത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ നടത്താറുള്ളതാണ്. എങ്കിൽ പോലും കൊച്ചി കോർപ്പറേഷനിലും അതുപോലെ തന്നെ സമീപ നഗരസഭകളിലും എല്ലാം തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ കൃത്യമായി നടന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഉദാഹരണം. അസാധാരണമായ മഴയാണ് ഇന്ന് രാവിലെ മുതൽ ഉണ്ടായത്. പക്ഷേ എങ്കിൽ പോലും ഈ പല സ്ഥലങ്ങളിലും വെള്ളം കയറാതെ, ഇതുവരെ പ്രളയത്തെ സമയത്ത് പോലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ പോലും ഇന്ന് അതിരൂക്ഷമായ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായി. വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ പാളി എന്നുള്ളത് വളരെ സത്യമായ അവസ്ഥയാണ്. ഇൻഫോ പാർക്കിലൊക്കെ 5 ദിവസം മുമ്പ് മഴ പെയ്തപ്പോൾ വെള്ളക്കെട്ടുണ്ടായതാണ്. പിന്നീട് ഇന്നും അവിടെ വെള്ളക്കെട്ട് ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. അഭിമാനപരമായ ഒരു സ്ഥലമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇൻഫോ പാർക്ക്. പക്ഷേ അവിടെ വീണ്ടും വെള്ളക്കെട്ട് ആവർത്തിക്കുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതിനൊക്കെ വലിയ ദുരിതമാണ് നാട്ടുകാർക്ക് ഇന്നുണ്ടായത്. ഓക്കെ, എബിൻ ജോസാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ വല്ലാത്ത ദുരിതത്തിലായി എന്ന് ജനങ്ങൾ. പല സ്ഥലത്തും ഓർക്കാപ്പുറത്ത് വെള്ളം കയറി എന്ന് മാത്രമല്ല വീടുകളിലേക്ക് വെള്ളം എരിച്ചു ചെല്ലുന്ന അവസ്ഥ കൊച്ചിയിലുണ്ടായി. ഇനി തിരുവനന്തപുരം ജില്ലയിലും കൊല്ലത്തും ഇന്ന് കാര്യമായി മഴ പെയ്തു. അജീഷ് ജയകുമാർ നമുക്കൊപ്പം ചേർന്നു. ഇന്നത്തെ വാർത്താപ്പകൽ ഒടുക്കുമ്പോൾ അജീഷ് ജയകുമാർ വേദനയായി ഇന്നത്തെ ദുരിതപ്പെയ്ത്ത് നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് അജീഷ്, പറയൂ.
ഇന്ന് തിരുവനന്തപുരം നഗരത്തിലൊക്കെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. നഗരം അക്ഷരാർത്ഥത്തിൽ മഴയിൽ കുതിർന്നു. കൊല്ലത്തും ജില്ലയിലും കുറേ അധികം, പ്രത്യേകിച്ച് കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. ഓക്കെ, അജീഷ് പറയൂ. ഇപ്പോൾ അല്പസമയം ഈ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. എന്തായാലും തിരുവനന്തപുരം നഗരഭാഗത്തും ഒപ്പം തന്നെ മലയോര ഭാഗത്തും കനത്ത നാശനഷ്ടമാണ് മഴക്കെടുതി മൂലം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് 2 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, എറണാകുളം, കോട്ടയം ജില്ലകളിൽ. പക്ഷേ തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ട് ആണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് കനത്ത നാശനഷ്ടം തന്നെ ഉണ്ടായത്. പല നദികളും കരകവിഞ്ഞൊഴിഞ്ഞിട്ടുണ്ട്, തോടുകൾ കരകവിഞ്ഞൊഴിഞ്ഞിട്ടുണ്ട്, ഒപ്പം ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, ഒരുപാട് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ നാശനഷ്ടമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഒരു ദിവസം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. റെഡ് അലർട്ടുള്ള എറണാകുളം, കോട്ടയം ജില്ലകളിലും രാത്രി 11:30 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ അപകടങ്ങൾക്ക് സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ കാലവർഷവും കേരളത്തിലെത്തും. ഇതോടുകൂടി തന്നെ ഈ വേനൽ മഴയുടെ ശക്തി കുറയും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി 11:30 വരെ ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പലയിടങ്ങളിലും വെള്ളം കയറിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിലും സ്കൂളുകളിലൊക്കെ മതിലിടിഞ്ഞു വീണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആളുകൾ മരണം ഒന്നും ഉൾപ്പെടെയുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയ്ക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും മഴയ്ക്ക് ഇപ്പോൾ അല്പം ശമനമുണ്ട്. സ്കെയിൻ. ഓക്കെ, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന്. ഇനി ആലപ്പുഴയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. കാര്യമായി മഴ പെയ്തു. ഇന്നത്തെ വാർത്താപകൽ ഒടുങ്ങുമ്പോൾ അവിടെ നിന്നും ദുരിതങ്ങളുടെ വാർത്തയുണ്ട്. മനീഷ് മഹിവാൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. മനീഷ്, എന്തൊക്കെയാണ് ആലപ്പുഴ ജില്ലയിൽ ഇന്നുണ്ടായത്? SKN ആലപ്പുഴയിൽ ഒരു ദാരുണ സംഭവം ഉണ്ടായത് ഒരു ചെറുപ്പക്കാരൻ്റെ മരണമാണ്. അദ്ദേഹം പഠനം പൂർത്തിയാക്കിയ ശേഷം അടുത്ത ദിവസം വിദേശത്തേക്ക് പോകാനിരിക്കുകയാണ്. വീടിൻ്റെ വാതിക്കൽ നിൽക്കുന്ന സമയത്ത്, അതായത് കായംകുളം കാരാഴ്മയിലാണ് സംഭവം. കൊയ്പ്പള്ളി കാരാഴ്മയിൽ 32 വയസ്സുകാരനായ അരവിന്ദ് വീടിൻ്റെ മുൻപിൽ പല്ല് തേച്ച് നിൽക്കുന്ന സമയത്താണ് അവിചാരിതമായി പെട്ടെന്ന് വലിയ കാറ്റുണ്ടാകുന്നു. വീട്ടിൻ്റെ പുരയിടത്തിലുണ്ടായിരുന്ന ഒരു തെങ്ങ് കടപുഴകി അരവിന്ദിൻ്റെ ദേഹത്തേക്ക് വീഴുന്നു. തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അരവിന്ദിനെ രക്ഷിക്കാനായില്ല. അങ്ങനെ ദാരുണമായ സംഭവത്തോടുകൂടിയായിരുന്നു ഇന്നത്തെ അനിഷ്ട സംഭവങ്ങളുടെ തുടക്കം ആലപ്പുഴയിൽ ഉണ്ടാകുന്നത്. പിന്നീട് ചേർത്തലയിൽ ദേശീയപാതയിൽ റെയിൽവേ സ്റ്റേഷനടുത്ത് വലിയൊരു മരം ദേശീയപാതയിലേക്ക് കടപുഴകി വീണു. അവിടെ 1 മണിക്കൂറോളം നേരം ഗതാഗതം സ്തംഭിച്ചു. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പല യൂണിറ്റുകൾ അവിടെ എത്തിയാണ് ഈ മരം മുറിച്ചു മാറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ ജില്ലയിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. 5 ക്യാമ്പുകൾ ഈ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ഇന്ന് രാത്രിയിലടക്കം വലിയ രീതിയിൽ കടലാക്രമണം ഉണ്ടാകും. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം 5 ക്യാമ്പ് തീരദേശ മേഖലയിൽ തോട്ടപ്പള്ളി, പുറക്കാട്, അമ്പലപ്പുഴ, കരൂർ ചേർത്തല തുടങ്ങിയ മേഖലകളിലായി 5 ക്യാമ്പ് തുടങ്ങിയിട്ടുള്ളത്. മറ്റൊരു ക്യാമ്പ് കായലോര പ്രദേശമായ ആര്യാടാണ് ഒരു ക്യാമ്പ് തുടങ്ങിയിട്ടുള്ളത്. അവിടെ ചില വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയതുകൊണ്ടാണ് ആ ക്യാമ്പിലേക്കും ആളുകളെ പാർപ്പിച്ചിട്ടുള്ളത്. 676 പേരാണ് മൊത്തം 6 ക്യാമ്പുകളിലായി താമസിച്ചു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടനാട്ടിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല. പക്ഷേ കോട്ടയം ജില്ലയിലടക്കം പത്തനംതിട്ട ജില്ലയിലടക്കം പെയ്യുന്ന മഴ അടുത്ത ദിവസം പ്രതിഫലിക്കുക. പല ആറുകളിൽ നിന്നായി ഒഴുകിയെത്തുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് താഴെ ഉള്ള കുട്ടനാട്ടിലേക്കായിരിക്കും. അത് മീനച്ചിലാർ, മണിമലയാർ, അച്ചൻകോവിലാർ, പമ്പയാർ തുടങ്ങിയ ആറുകൾ വഴി കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരും. പക്ഷേ തോട്ടപ്പള്ളിയിലെ മണൽ നീക്കി അവിടെ പൊഴി മുറിച്ചത് കൊണ്ട് തന്നെ അവിടെ പൂർണ്ണ തോതിൽ വെള്ളം ഒഴുക്കി വിടുന്നത് കൊണ്ട് ഒരു പരിധി വരെ കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കാമെന്നാണ് കരുതുന്നത്. പക്ഷേ ഈ മഴയുടെ ശക്തി നാളെ കോട്ടയത്തൊക്കെ റെഡ് അലേർട്ടാണ്. ആ രീതിയിൽ മഴ കനത്ത് പെയ്യുകയാണെങ്കിൽ കുട്ടനാട് മുങ്ങും. നിലവിൽ കുട്ടനാട്ടിൽ നടക്കുന്ന കരകൃഷിയാണ്, നെൽകൃഷി ഇപ്പോൾ ഇല്ല. അതായത് രണ്ടാം കൃഷി പുഞ്ചകൃഷിയാണ്. പുഞ്ചകൃഷി തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. അതുകൊണ്ട് നെൽകൃഷിക്ക് നാശമുണ്ടാകുന്ന സംഭവം ഇപ്രാവശ്യം ഉണ്ടാകില്ല. പക്ഷേ ഈ എടത്വ, തലവടി തുടങ്ങിയ അപ്പർ കുട്ടനാട് മേഖലയിൽ വലിയ രീതിയിൽ ഉള്ള കരകൃഷിയുണ്ട്. ആ കരകൃഷിയെ ഇപ്പോൾ പെയ്യുന്ന മഴ വലിയ രീതിയിൽ ബാധിക്കും. കാലവർഷം തുടങ്ങുന്നതിന് മുമ്പേ കാലം തെറ്റിയുള്ള മഴയെന്നാണ് കർഷകർ പറയുന്നത്. ഒപ്പം തന്നെ വിനോദസഞ്ചാര മേഖല ആലപ്പുഴയിൽ ഈ വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇപ്പോൾ
അധികമായി ഇതര സംസ്ഥാനത്ത് നിന്നൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ ഈ കാലവർഷം കനക്കുന്നതുകൊണ്ട് കായലിലടക്കം സ്പീഡ് ബോട്ടുകൾ, ശിക്കാര വെള്ളങ്ങൾ, ഹൗസ് ബോട്ടുകളൊക്കെ തന്നെ അപകടമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ജില്ലാ ഭരണകൂടം ഒരുപക്ഷെ നാളെ അതിന് നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ കടുത്ത നിരോധനങ്ങളോ തന്നെ ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. തീരദേശ മേഖലയിലും കടുത്ത ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. എന്നാൽ മഴ ഇപ്പോൾ നിലവിൽ മാറി നിൽക്കുന്നു. ചെറിയ ചാറ്റൽ മഴകൾ മാത്രമാണുള്ളത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ കിഴക്കൻ മേഖലയിലടക്കം പെയ്യുന്ന മഴയായിരിക്കും ആലപ്പുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രതിഫലിക്കുക. SK. ഓക്കെ, മനീഷ് മഹിവാൽ, താങ്ക് യു. ആലപ്പുഴയിൽ നിന്നാണ് മനീഷ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.